സത്യേട്ടാ ചായ റെഡിയായേ? സത്യേട്ടാ, മൃഗാശുപത്രിയിലെ അറ്റൻഡർ സദാശിവൻ ചേട്ടൻ സത്യേട്ടനെ കാണാൻ സ്റ്റേഷനിൽ വന്നായിരുന്നോ? എന്നിട്ട് കുറച്ചേരം അവിടെ നിന്നിട്ടങ്ങ് പോയി. എന്തിനാ വന്നത്? എന്നെ കാണാനാർച്ചേ. എന്താ കാര്യം എന്നാ ചോദിച്ചത്? അതെ, അയാളുടെ അയലോക്കത്ത് താമസിക്കുന്ന കോളേജ് പിള്ളേര് അവര് വാടക താമസിക്കുന്ന വീട്ടിൽ ഇരുന്നിട്ട് മദ്യപിച്ചിട്ട് പാട്ട് പാടിയിരുന്നോ, അങ്ങനെ എന്തോ പേരില്ല. അതിന് ഞാൻ അവരെ പറഞ്ഞു വിലക്കണമെന്ന്. എന്നിട്ട് സത്യേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു അത് പോലീസിന്റെ പണിയല്ലാന്ന്. പിന്നെ ആരുടെ പണിയാ? ആർച്ചേ, മദ്യപിക്കരുത് എന്ന് നമ്മുടെ നാട്ടിൽ നിയമമില്ല. സർക്കാർ തന്നെ വിൽക്കുന്ന മദ്യം ആ പിള്ളേർ പോയി കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് അവർ വാടക കൊടുത്ത് താമസിക്കുന്ന വീട്ടിനുള്ളിലിരുന്ന് മദ്യപിച്ചാൽ നമുക്ക് കേസെടുക്കാൻ പറ്റില്ല. വീടിനുള്ളിൽ എന്ന് പറയുന്നത് പൊതുസ്ഥലമല്ല. അപ്പോൾ അവർ പുറത്തിരുന്ന് കഴിച്ചെങ്കിൽ എനിക്ക് കേസെടുക്കായിരുന്നു. പിന്നെ പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം. അതിന് ഞാൻ എതിര് നിന്നാലേ അവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാം. അയൽവാസികൾക്ക് ശല്യമാകുന്ന തരത്തിൽ പാട്ട് പാടാൻ പാടില്ലെന്നില്ലേ? അതെ, ഇതിപ്പോൾ ശല്യമാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? സദാശിവന് ശല്യമാണെന്ന് സദാശിവൻ പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പള്ളിയിലെ വികാരി അച്ഛനെ വിളിച്ച പിള്ളേരെ ഒന്ന് ഉപദേശിക്കാൻ. അതാവുമ്പോൾ നിയമലംഘനം ഇല്ലല്ലോ. പോലീസുകാരുടെ പണി ഉപദേശമല്ലല്ലോ. എന്തിനാ സത്യമായിട്ട് ഈ നാണം കെട്ട ന്യായങ്ങളൊക്കെ പറയുന്നത്? ആ ഡോക്ടറോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് സദാശിവൻ ചേട്ടനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നാരും പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ സത്യേട്ടാ? സത്യേട്ടന് ഡോക്ടറെ കണ്ടുവിടാം. അപ്പൊ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആളാണെന്ന് അറിഞ്ഞപ്പോ ആ ഡോക്ടറോടുള്ള ദേഷ്യം മുഴുവൻ അയാളോട് അങ്ങ് തീർത്തു. ഇതൊക്കെ നീ പറയുന്നതല്ലേ? പക്ഷെ ഇതാണ് സത്യം. സത്യേട്ടന് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? സദാശിവൻ ചേട്ടൻ സ്റ്റേഷനിൽ വന്ന് ഡോക്ടർ അറിഞ്ഞിട്ടില്ല. എന്നാരും പറഞ്ഞു? സദാശിവൻ ചേട്ടൻ ഇന്നലെ എന്നെ കാണാൻ പഞ്ചായത്ത് ഓഫീസിൽ വന്നിരുന്നു. സത്യേട്ടനോടൊന്ന് സംസാരിക്കാൻ പറയാം. കഷ്ടമാണ് സത്യേട്ട. സദാശിവൻ ചേട്ടൻ ഈ നാട്ടുകാരനാ. ഈ ഡോക്ടർ ഇവിടെ സ്ഥലം മാറി വരുന്നതിന് മുമ്പേ സദാശിവൻ ചേട്ടനെ നമുക്കറിയാം. അങ്ങനെയുള്ള സദാശിവൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അയാളെ പറഞ്ഞു വിട്ടു. അതും ഡോക്ടറോടുള്ള വൈരാഗ്യം കൊണ്ട്. ആർച്ചേ, ആ മൃഗത്തിൻ്റെയോ അവൻ്റെ പരിചയത്തിലുള്ള ആരുടെ ഒരു കേസും ഞാൻ ഏറ്റെടുക്കുകയല്ല. അറിയാതെ പോലും ഒരു സഹായം ഞാൻ അവന് ചെയ്യുകയില്ല. എന്താ കാര്യം എന്ന് പറ. കാരണം എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ പഞ്ചായത്തിലെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. എന്താന്ന് മനസ്സിലായോ? നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ കിടന്നതാ. ഇത് നീ കൊണ്ടിട്ടാണോ? എനിക്കെന്താ പ്രാന്തുണ്ടോ? അപ്പൊ നീയും അല്ല ഞാനും അല്ല. അപ്പൊ പിന്നെ ഇത് അവന്റെ പണിയാ. ആര്? ആ മൃഗം. എന്നാര് പറഞ്ഞു? സത്യേട്ടൻ കണ്ടോ? ആർച്ചേ, എല്ലാ കേസുകളിലും ദൃക്സാക്ഷികൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസുകളിൽ കോടതിയും പോലീസും ആശ്രയിക്കുന്നത് സാഹചര്യ തെളിവുകളെയാണ്. ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 വീടുകളാണുള്ളത്. ഒന്ന് അവൻ്റെതും ഒന്ന് നമ്മുടേതും. ഈ വീട്ടിലെ ഞാനും നീയും എന്തായാലും വേസ്റ്റ് കൊണ്ടിട്ടിട്ടില്ല. അങ്ങനെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതി ആ മൃഗമാണ്. അതെന്തിനായോ ഡോക്ടർ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ചോദിക്കേ. എന്തിന്? ഞങ്ങളെ പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോട്ടീവ്, കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ കാരണം. ഇവിടെ ഇപ്പൊ കാരണം പകല് പോലെ വ്യക്തമാണല്ലോ. എന്ത്?
ആ സദാശിവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ പ്രതികാരം. പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണോ? അത് ചെയ്യുന്ന ആളനുസരിച്ചിരിക്കും. എന്റെ സത്യേട്ടാ, സദാശിവൻ ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ പേരില് ഡോക്ടർ ഇവിടെ കൊണ്ടുവന്ന് ബേസ് ഇട്ടു എന്ന് പറഞ്ഞാൽ ബോധമുള്ളവരാരും വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. ഞാൻ ബോധമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഓഹോ, കഴിഞ്ഞ 12 കൊല്ലമായിട്ട് നിന്റെ കൂടെ കഴിയുന്ന എന്നെക്കാളും നിനക്ക് വിശ്വാസം ഇന്നലെ വന്ന ആ മൃഗത്തിനാണ് അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ മൃഗത്തിനെയോ അവന് വേണ്ടപ്പെട്ട ആരുടെ ഒരു കേസിലും ഞാൻ ഇടപെടില്ല എന്ന്. അതൊക്കെ പോട്ടെ, ഇതെടുത്ത് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്നെ ഒന്ന് കാണിക്കാൻ. അതിനെന്നെ വിളിച്ചാ പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? കോമ്പൗണ്ടിൽ കിടക്കുന്ന വേസ്റ്റ് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവരുന്നതിന് ചില്ലറ പ്രാന്തൊന്നും പോരാ. ആ മൃഗം ഉണ്ടല്ലോ എന്നെ ഓരോ നിമിഷം ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോണെങ്കിലേ അവനെ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോവും. ആ, ഇതിലും ഭേദം അതായിരുന്നു. അതാരായിരിക്കും? ചെന്ന് നോക്ക്, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. പോയി നോക്ക്. ആ ഹലോ, ഞാനാ പവിത്രനാ. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, ഞാൻ സത്യപാല സാറിൻ്റെ വീട്ടിലുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതെന്നാ പറയുന്നത്? ഇതെന്താന്ന് പവിത്രന് മനസ്സിലായില്ലേ? ഇത് വേസ്റ്റ്. അത് മനസ്സിലായി. സാറെന്തരുത് ഇങ്ങനെ കമ്പെ കൊത്തി പിടിച്ചോണ്ട് നടക്കുന്നത്? ഇത് ഈ വീടിന്റെ മുറ്റത്ത് കിടന്നതാ, പക്ഷെ അത് ഈ വീട്ടിലെ വേസ്റ്റ് അല്ല. പിന്നെ ഇത് എവിടുത്തെ വേസ്റ്റ്? അത് എവിടത്തെ ആയിരിക്കും? ഇത് അപ്പുറത്തെ വീട്ടിലെ മൃഗം അവന്റെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ മുറ്റത്തോട്ടിട്ടു. ആര്? ഡോക്ടറോ? ആ, ഡോക്ടർ. ഇന്നലെ ആ മൃഗാശുപത്രിയിലെ അറ്റൻഡർ സദാശിവൻ ഒരാവശ്യമായിട്ട് സ്റ്റേഷനിൽ വന്നു. ഞാനത് നടക്കില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. അതിന്റെ പ്രതികാരമായിട്ട് അവന്റെ വീട്ടിലെ വേസ്റ്റ് മുഴുവനും എൻ്റെ വീട്ടിലെ മുറ്റത്തോട്ട് വലിച്ചെറിഞ്ഞേക്കുന്നത്. സാറ് കണ്ടായിരുന്നു ഇത്? എന്തിനു കാണണം? ഊഹിക്കാമല്ലോ. പവിത്ര, ഈ പ്രദേശത്ത് വേറെ വീടില്ല, പിന്നെ എവിടെ നീ വേസ്റ്റ് വരും? ഇത് അവൻ കൊണ്ടിട്ടത് തന്നെ. ഡോക്ടർ ഒരിക്കലും അങ്ങനെ കാണിക്കൊന്നുമില്ല. ആ, അത് തന്നെയാ പവിത്ര ഞാനും പറഞ്ഞത്. പക്ഷെ സത്യമായിട്ട് മനസ്സിലാവണ്ടേ, ആ ഡോക്ടർ അങ്ങനത്തെ വൃത്തിയോടൊന്നും ചെയ്യില്ലെന്നേ. എന്ന് നീ പറഞ്ഞാ മതിയോ? ആ, മതി. ആ, പിന്നെ എങ്ങനെയാണ് ഈ വേസ്റ്റ് ഇവിടെ വന്നത്? എൻ്റെ സാറേ, വല്ല പാട്ടിയോ കാക്കയോ വല്ലതും കൊത്തിപ്പറിച്ചോ വല്ലതും കൊണ്ട് ഇട്ടതായിരിക്കും ഇവിടെ. അവർക്ക് അറിയത്തില്ലല്ലോ ഇവിടെ താമസിക്കുന്ന SI എന്നുള്ള കാര്യം. പവിത്ര, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ഇന്നേ വരെ ഒരു കാക്കയോ ഒരു പട്ടിയോ ഇവിടെ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ആ സദാശിവൻ സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടു, അതിൻ്റെ പിന്നാലെ അതെ വേസ്റ്റ് ഇവിടെ വന്നു. പവിത്ര, അവൻ കളിക്കുന്നത് പോലീസുകാരനോടാണ്. പോലീസുകാരൻ ഒരുമ്പിട്ട് ഇറങ്ങിയുണ്ടല്ലോ, അവൻ്റെ അന്ത്യമായിരിക്കും. ഓ ചേട്ടാ, ഇതൊക്കെ എത്ര സാറേ ഞാൻ അവിടെ ചെന്ന് പറയുന്നത്? എന്നിട്ട് വേണം അവരുടെ വായിരിക്കുന്ന എല്ലാം കൂടെ ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട്. നീ അല്ലടാ അവർക്ക് വീടെടുത്ത് കൊടുത്താൽ, അപ്പോൾ ഉറപ്പായിട്ട് നീ തന്നെ എന്ന് പറയണം. ചേട്ടാ, ഇതിപ്പോൾ ഞാൻ വീടെടുത്ത് കൊടുത്തെന്ന് പറഞ്ഞത് എല്ലാം ഞാൻ കേൾക്കണോ? മേലിൽ ഇത് അവൻ ആവർത്തിച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അവൻ അറിയില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു വലിയ ലോറിയുണ്ട്, ആ ലോറിയിൽ നിറയെ വേസ്റ്റ് കൊണ്ടുവന്ന് അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഇട്ട് കൊടുക്കും. ആ സാറേ, ഞാൻ വന്നതേ. നീ വന്നതും പോയതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഇതുകൊണ്ട് കളയി. ഞാനോ? കൊണ്ട് കളയടാ. ഹലോ എടാ, കട്ട് ചെയ്ത് അവൻ പിന്നെ വിളിച്ചേക്കുന്നു. ആര്? ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ തൊട്ട് എന്റെ അടുത്ത് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുവാന്ന്. അവൻ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ചക്കര I love you എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ചിരിക്കല്ലേ ചായ. എന്റെ കർത്താവ്, ഏത് നേരത്താണാവോ എനിക്ക് നമ്പർ തെറ്റിച്ച് അവനെ വിളിക്കാൻ തോന്നിയത്. ആ പവിത്രൻ തന്ന നമ്പർ ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കി വിളിച്ചതാ, പക്ഷെ ഒരു നമ്പർ മാറിപ്പോയി. പിന്നെ എങ്ങനെയാണ് അത് കറക്റ്റ് ആവണേ? ആന്നേ, അവനെ വിളിച്ച് അവന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആള് മാറിയെന്ന്. അപ്പോഴേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ്, ചേട്ടാ സോറി, റോങ് നമ്പർ എന്ന്. ദേടാ, പിന്നെ അവൻ ഒരു വിളിയങ്ങ് തുടങ്ങിയില്ലേ. ഇന്നലെ തന്നെ 10 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് നേരം വിളിച്ചിട്ട് 2 പ്രാവശ്യം. എടി, നീ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? ഇനി കോള് വരുമ്പോ എടുക്കാതിരുന്നാ മതി. ആഹാ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് എങ്ങനെ 2 വർത്താനം പറയും? എന്നിട്ട് നീ 2 വർത്താനം പറഞ്ഞോ? ഇല്ലാന്നേ, ചക്കര I love you എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് കളയും. നീ ആ നമ്പർ ഡയൽ ചെയ്ത് എനിക്ക് തന്നെ. സ്വിച്ച് ഓഫ്. കണ്ട, ഇതാ അവന്റെ സ്ഥിരം പരിപാടി. ഇങ്ങോട്ട് വിളിച്ച് 2 വർത്താനം പറയും, തിരിച്ച് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോ സ്വിച്ച് ഓഫ്. ഇവൻ അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇച്ചായ. ആണോ? ആ, എന്തായാലും ഇവൻ ആരാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. സൈബർ സെൽ അവനെ കണ്ടുപിടിച്ചോളും. ആ, അത് കൊള്ളാം. അല്ലെ, സത്യപാലൻ സാറിനോട് പറഞ്ഞാലോ? അയ്യടാ, അവരുടെ സഹായം നമുക്ക് വേണ്ട. എന്റെ ആലിസെ, നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വിട്. അയാൾ നമ്മൾ അയൽവാസിയാണെന്നുള്ളത് നീ അങ്ങ് മറന്നുകളാ. അയാൾ സ്ഥലം SI ആണ്. നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്താൽ അയാൾക്ക് അന്വേഷിച്ചേ പറ്റൂ. ആ, അത് വേണ്ട.
അയാളുടെ ഒരു സഹായവും നമുക്ക് വേണ്ട. ഇനി അങ്ങേർക്ക് നമ്മളെ സഹായിക്കണമെന്ന് തോന്നിയാലേ ആ ഉണ്ണിയാർച്ച അതിന് സമ്മതിക്കത്തില്ല. എന്താ? അവർക്ക് എന്നോട് ഭയങ്കര അസൂയല്ലേ. ആരെങ്കിലും എന്നെ 2 ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഹാപ്പി ആവും. ഇതൊക്കെ നിന്റെ തോന്നലല്ലേടി? ആയിക്കോട്ടെ, ഉണ്ണിയാർച്ചയുടെ സഹായം കൊണ്ട് നമ്മുടെ ഒരു കാര്യവും നടക്കണ്ട. അങ്ങനെ എങ്ങാനും നടന്നാലേ അതിന്റെ പേരിലായിരിക്കും ആ മതില് തൂങ്ങിക്കിടക്കുന്നത്. അവരുടെ പൊങ്ങച്ച സഹിക്കുന്നേക്കാളും നല്ലത് ആ വിളിച്ചവന്റെ വായിന്ന് 2 തെറിയേക്കുന്നതാ. എന്തോ രൂപത്ര? സാർ അപ്പുറത്തെ സത്യപാലൻ സാറിനോട് വല്ല വൈരാഗ്യം വല്ലതും ഉണ്ട്? അവരുടെ കോമ്പൗണ്ടിൽ കൊണ്ട് വേസ്റ്റ് ഇട്ടെന്ന് അത് ആലീസും സാറും വന്ന പുള്ളി പറയുന്നത്. ഞാൻ പറഞ്ഞു അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ തലയിൽ അത് കയറണ്ട്. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങൾക്ക് ചവറിടാനേ ആവശ്യം പോലെ സ്ഥലം ഞങ്ങളുടെ പറമ്പിലുണ്ട്. ഞങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടിടുന്നത്? എൻ്റെ സാറേ, ഇതൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞു നോക്കിയതാ. പുള്ളിയുടെ തലയിലൊക്കെ കയറണ്ടേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സാറ് സഹായിക്കത്തില്ലെന്ന് കൂടെ പറഞ്ഞു. അയ്യോ, അവരുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. അല്ലെ തന്നെ അയാൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും അവര് സമ്മതിക്കത്തില്ല. എൻ്റെ സാറേ, ചവറ ഏതോ കാക്ക കൊണ്ട് കുത്തിയിട്ടതാ. അത് ഈ പുള്ളിയോട് പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാകാൻ വേണ്ടത്. എന്തുകൊണ്ടാ? അവർ അങ്ങേരോട് പറഞ്ഞു കാണും ഇതൊക്കെ ചെയ്തത് ഞങ്ങളാണെന്ന്. അങ്ങേരൊരു പാവമല്ലേ, അത് വിശ്വസിച്ച് ഈ എല്ലാ വേണ്ടാതീനവും പറഞ്ഞു കൊടുക്കുന്നത് അവരൊറ്റെടുത്തിയാ. എന്നതാണേലും ഡോക്ടർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സാറ് കട്ട കലിപ്പില്ല. അങ്ങേര് ഞങ്ങക്കിട്ട് എന്ത് ചെയ്യാനാ? പൗത്രൊന്ന് ചെല്ലാൻ നോക്ക്. പോ. ഞാൻ പോവാ. പോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല അങ്ങേര് സഹായിക്കത്തില്ലെന്ന്. നമ്മളിപ്പൊ ഇത് പറഞ്ഞാലേ ആ ഫോൺ വിളിച്ചവനെ വിളിച്ച് ഇങ്ങേര് ചായ വാങ്ങിച്ചു കൊടുക്കും. നമുക്ക് നോക്കാം. ഇനി അയാൾ വിളിക്കുകയാണെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഡോക്ടറെ, എന്താ രണ്ടുപേരോട് ഒരു ചർച്ച? നിങ്ങളുടെ അടിയന്തരം നടത്തുന്നതിനെ പറ്റി ആലോചിക്കുമായിരുന്നു. വെറുതെ ഒന്നുമില്ല. സത്യപാലൻ സാറില്ലേ? ആ ഉണ്ട്. രാവിലെ കോമ്പൗണ്ടിൽ കുറച്ച് ചവറ് കിടന്നായിരുന്നു. കാക്കയോ പട്ടിയോ മറ്റോ കൊണ്ടിട്ടതാ. അതിന്റെ പേരിൽ ഭയങ്കര ബഹളമായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവട്ടെ. ആലിസ് ഒന്ന് അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു ഉണ്ണിയാർച്ചയെ കാണാൻ. ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ, പഞ്ചായത്തിലെ വല്ല കാര്യമാണോ? പഞ്ചായത്തിന്റെ കാര്യമല്ല, ഒരു പോലീസിന്റെ സഹായമാണ്. എന്തു പറ്റി? ആലിസിനെ സ്ഥിരമായിട്ട് ആരോ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നു. അപ്പൊ അതാരാന്നൊന്ന് കണ്ടുപിടിക്കും. എന്റെ നമ്പർ ഡോക്ടറെ കയ്യിലില്ലേ? എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ വിളിക്കുന്നവന്റെ നമ്പറേ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ മതി. ഞാൻ അന്വേഷിച്ചോളാം. ശരി. അപ്പൊ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ വാ. ഇവിടെ എന്തോ അടി. ഇച്ചാൻ എന്തിനാ അവരുടെ നമ്പർ? അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? അയൽവാസിയായ ഒരു സ്ത്രീയുടെ നമ്പർ എന്തിനാ ഇച്ചായ ഫോണിൽ കൊണ്ട് നടക്കണേന്ന്. ഒന്നാമത്തെ കാര്യം അവര് നമ്മുടെ അയൽവക്കമാണ്. രണ്ടാമത്തെ കാര്യം ഒരു പഞ്ചായത്ത് മെമ്പറാണ്. ഓഹോ, അങ്ങനെ എത്ര പഞ്ചായത്ത് മെമ്പർമാരുടെ നമ്പർ ഉണ്ട് ഇച്ചായന്റെ കയ്യില്? എനിക്ക് പരിചയമുള്ള എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും നമ്പർ എൻ്റെ കയ്യിലും. എന്നാലും ഉണ്ണിയാർച്ചയുടെ നമ്പർ എന്തിനാ ഇച്ചായൻ കൊണ്ട് നടക്കുന്നത്? അവരോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആ വരാതെ നിന്ന് വിളിച്ച് പറഞ്ഞാ പോരെ? നിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാ പോരെ? എൻ്റെ ആലീസേ, ഉണ്ണിയാർച്ചയുടെ മാത്രമല്ല സത്യപാലൻ സാറിന്റെ നമ്പറും എൻ്റെ അടുത്തുണ്ട്. അയൽവക്കക്കാരുടെ നമ്പർ വാങ്ങിച്ചു വെച്ചാൽ എന്താണ് ഈ തെറ്റ്? ഒരു തെറ്റും ഇല്ല. നിക്ക്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇവിടുന്ന് പുറത്തു പോയി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു നിന്നെ വിളിച്ച് പറയുന്നു, നിന്നെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നു, നിന്റെ ഫോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീ ഫോൺ എടുക്കുന്നില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യും? സാധാരണ ചെയ്യുന്ന എന്താണ്? അയൽവക്കത്ത് വിളിച്ചു പറയും അല്ലേ? അങ്ങനെ ഇതുവരെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ഇതുവരെ വിളിച്ചിട്ടില്ല. അന്ന് ഇനി വിളിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കാനായിട്ട് ഈ നമ്പർ അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ടേ? വേണ്ട. ഈ നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് മെസ്സേജ് അയക്കാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ വിളി തുടങ്ങും, ബന്ധം തുടങ്ങും. ആ കളി ഇവിടെ നടക്കത്തില്ല കേട്ടോ ഇച്ചായ. എന്നെ വിളിച്ച് ശല്യം ചെയ്തവന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആരുടെ സഹായം എനിക്ക് അവൻ പിന്നെയും വിളിക്കുന്നു. ഹലോ, നിന്റെ അമ്മായിയമ്മയുടെ 16 അടിയന്തരം നടത്തുവാടാ പട്ടി. നിന്നെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും. അന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. കട്ട് ചെയ്തു. സ്വിച്ച് ഓഫ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആർച്ചേ, ആ മൃഗത്തിൻ്റെയോ അവൻ്റെ പരിചയത്തിലുള്ള ആരുടെ ഒരു കേസും ഞാൻ ഏറ്റെടുക്കുകയല്ല. അറിയാതെ പോലും ഒരു സഹായം ഞാൻ അവന് ചെയ്യുകയില്ല. സത്യനോട് ഞാൻ എങ്ങനെ ഒന്ന് അവതരിപ്പിക്കും?
സ്വർണ്ണവില കുതിക്കുന്നു, പവന് 51,000 കടന്നു. കുറെ പെണ്ണുങ്ങൾ സ്വർണത്തിന്റെ പുറകെ കുതിക്കുന്നു, സ്വർണം അതിലും വേഗത്തിൽ കുതിക്കുന്നു. കുതിക്കട്ടെ. കരുകുന്നു. ഹലോ, ആ സുധാകരനല്ലേ? ഈയിടെയായിട്ടൊന്നും വിളിക്കുന്നു പോലുമില്ലല്ലോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതല്ലേ? ഏയ്, അങ്ങനെ തിരക്കൊന്നുമില്ല. എന്നാലും ഒരു 10 മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ നന്നായിരുന്നു. അതെ അതെ. ആ, വേറെന്താ വിശേഷം? അതെ അതെ, ഇടയ്ക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ ഒന്ന് ഇറങ്ങ്, കാണാലോ. അതൊക്കെയല്ലേ ജീവിതത്തിലൊരു സന്തോഷം. അപ്പോ ശരി, ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കേ. ഓ ശരി. ഏത് സുധാകരൻ? എത്ര സുധാകരനെ സത്യേട്ടനെ അറിയാം? അതെ, വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കേണ്ട കാര്യം എന്താ? ഈ ഫോൺ എന്ന് പറയുന്നത് ആവശ്യത്തിന് വിളിക്കാനുള്ള സാധനമാണ്. അല്ല, ഈ ആവശ്യം അനാവശ്യമൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അച്ഛാ, എൻ്റെ ഫോണിൽ ഒരു 1000 നമ്പർ ഉണ്ട്. ഞാൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സത്യേട്ടനെ വിളിച്ചൂടെ? ഞാൻ പറഞ്ഞ വിളിക്കണ്ടെന്ന്. അതെ, ഇപ്പൊ നിന്നെ വിളിച്ചത് ആ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സുധാകരനല്ലേ? അല്ല. നീ കള്ളം പറയണ്ട. ആ നമ്പർ ഇങ്ങോട്ട് പറഞ്ഞേ, പറയ്. ദാ നോക്കിക്കോ. അവനല്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ സുധാകരൻ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ആവശ്യത്തിന് വന്ന് പരിചയപ്പെട്ടതാ. നല്ല മനുഷ്യൻ. വെറുതെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ആവശ്യത്തിന് വന്ന ആളുമായിട്ട് ഇത്രയ്ക്കെന്തോ അങ്ങോട്ട് സംസാരിക്കാൻ? പോകുഞ്ഞേ, ഞാനിപ്പോൾ ഒരു ഫോൺ നമ്പർ അങ്ങോട്ട് അയക്കും. അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ആ, നമ്മുടെ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ കയ്യോടെ അങ്ങ് പൊക്കിക്കോ കേട്ടോ. ആ, നിന്റെ പേരെന്തോടാ പറഞ്ഞത്? മനോഹരൻ. ഇന്നത്തെ ദിവസം നിനക്ക് മനോഹരമായിരിക്കും. എന്തൊന്നും ഉത്തരറാ കാണിച്ച നീ? ഞാനൊന്നും ചെയ്തില്ല സാർ. അത് ചെയ്തില്ലേ? അയ്യോ, ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എച്ച് സാറിന്റെ നമ്പർ തന്നത്. അല്ലേ? ആരാത്? ഇവന്റെ നമ്പറാണ് സാറേ സാർ തന്നത്. ഓ. വിളിച്ചു, എടുത്തു, വരാൻ പറഞ്ഞു, ഇങ്ങ് വന്നു. നീ വന്നടാ. ഇങ്ങോട്ട് മാറിയിക്കടാ. എന്താണ് നിന്റെ പേര്? മനോഹരൻ. മനോഹരൻ? ആര്? ഞാൻ. നിനക്ക് വേറെ പേര് വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, എൻ്റെ പേര് മനോഹരൻ തന്നെയാ. നിനക്ക് സുധാകരൻ എന്നൊരു പേരില്ലേ? ഇല്ല, എൻ്റെ പേര് മനോഹരൻ തന്നെയാ. നിനക്ക് പെണ്ണുങ്ങളുമായിട്ട് നല്ല കമ്പനി ഉണ്ട് അല്ലേ? അങ്ങനെ ചോദിച്ചാ ഉണ്ടോ? ഇല്ല. ഇല്ല സാറേ. ഇന്ന് കാലത്തെ 8:58 നീ ആരെങ്കിലും ഫോണിൽ വിളിച്ചിരുന്നോ? കള്ളം പറയരുത്, സത്യം പറഞ്ഞോണം. വിളിച്ചു സാർ. എന്തിന്? അത് അവരുടെ ശബ്ദം കേൾക്കാനേ. ഓഹോ, അവരാര്? ലതാ മങ്കേഷ്കറോ അതോ KS ചിത്രയോ? വിളിച്ചിട്ട് എന്താണ് പറഞ്ഞ നീ? ദേ, അത് പിന്നെ വള്ളി പുള്ളി തെറ്റാതെ പറയണം. ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഓ, നീ അങ്ങനെയാണോ പറഞ്ഞേ? ഞാൻ എല്ലാ ദിവസവും ഒരു 3 നേരമെങ്കിലും അവരെ വിളിച്ച് ഐ ലവ് യു എന്ന് പറയാറുണ്ട്. അയ്യോ, എന്നിട്ട് അവരെന്താ പറഞ്ഞടാ? അവർ സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല സാറേ, പക്ഷെ ഇന്ന് പറഞ്ഞു. ഇന്നെന്താ പറഞ്ഞു? പറയണോ? അത് പിന്നെ ഞാൻ എന്ത് ചെയ്യുവാടെ ചക്രയെന്ന് ചോദിച്ചപ്പോ ആ, നിന്റെ അമ്മായിയമ്മയുടെ 16 അടുത്തുള്ള പട്ടി എന്ന് പറഞ്ഞു. ആര്? ഞാൻ വിളിച്ച പെണ്ണ്. നീ ആരെ വിളിച്ചത്? ആളെ എനിക്ക് അറിയില്ല സാറേ. ഒരു ദിവസം നമ്പർ തെറ്റി വന്ന കോളാ. നല്ല ശബ്ദമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ഏത് നമ്പറിലേക്കാ നീ വിളിച്ചേ? ഇതല്ലാതെ വേറെ നമ്പർ നീ വിളിക്കാറുണ്ടോ? ഇല്ല സാറേ. സത്യം പറയണം. ഇല്ല. പൂകുഞ്ഞേ, ഓ വന്നേ. സാർ, പൂകുഞ്ഞേ, ഈ നമ്പർ ആരെയാണെന്ന് നോക്കിയേ. ശരി സാർ. ആർച്ചേ, എന്താ നിന്റെ ഉദ്ദേശം?
എന്താ? നീ കാലത്തെ ഫോൺ വിളിക്കുന്ന ആരാന്നാ പറഞ്ഞത്? സുധാകരൻ. ഏത് സുധാകരൻ? ഓഫീസിൽ ഒരു ആവശ്യത്തിന് വന്ന സുധാകരൻ. നിന്റെ വേഷം കെട്ട എൻ്റെ അടുത്ത് വേണ്ട. നീ തന്ന നമ്പർ അത് സുധാകരൻ്റെതല്ല. പിന്നെ ആരുടേതാ? അതൊരു മനോഹരൻ്റെ ആണ്. ഏത് മനോഹരൻ? ഓർച്ചെ, നീ തമാശ കളിക്കരുത്. ഈ മനോഹരൻ എന്ന് പറയുന്നവൻ നിന്റെ ഫോണിൽ ഇന്നേ വരെ വിളിച്ചിട്ടില്ല. അവൻ എപ്പോഴും വിളിക്കുന്നത് അപ്പുറത്തെ ആലീസിന്റെ ഫോണിലാ. ആണോ? അപ്പൊ ആള് കറക്റ്റാ. നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? ചില നേരത്തെ സത്യം പറഞ്ഞാൽ കാര്യം നടക്കില്ല, അപ്പൊ കള്ളം പറയേണ്ടി വരും. 2 ദിവസമായിട്ട് അവൻ ആലീസിനെ ഫോണിൽ വിളിച്ച് അനാവശ്യം പറയുക. സത്യത്തില് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് പോം വഴി. പക്ഷെ ഇവിടുത്തെ SI ഡോക്ടറെയോ ഡോക്ടറെ പരിചയത്തിൽപ്പെട്ടവരെയോ സഹായിക്കില്ലെന്ന് മൃദു എടുത്തിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. നിന്റെ വേഷം കെട്ട എൻ്റെ അടുത്ത് വേണ്ട. ആർച്ച, നീ കാരണം ആ പാവത്തിനെ ഞാൻ എടുത്തിട്ട് ഇടിച്ചു. നന്നായി പോയി. അവിടെ നിക്കടി, അവിടെ നിൽക്കാം. ആർച്ച, ഈ വീട്ടിൽ സത്യം നീ ആ മൃഗത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുത്തേക്കാ. ഒറ്റ കൊടുത്തെന്നോ? സത്യം എന്തൊക്കെയാ പറയുന്നേ? അതെ, നിന്റെ വാക്കും കേട്ടിട്ടാണ് ഞാൻ ആ മനോഹരനെ തല്ലിയത്. ആ മനോഹരൻ അടി കൊള്ളേണ്ടതായിരുന്നു. സത്യയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തേ. അതിന്റെ പുണ്യം സത്യേട്ടന് കിട്ടും. ആ ഡോക്ടറെ, സംഭവം അറിഞ്ഞോ? ഇല്ല. ആലീസിനെ കൂടെ വിളിക്കേ. ആലീസേ, രാവിലെ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ? ആ കാര്യം ശരിയാക്കിയിട്ടുണ്ട്. ആലീസിന് ഫോൺ ചെയ്തിരുന്നവനെ സത്യമായിട്ട് പൊക്കി. മനോഹരൻ എന്ന അവന്റെ പേര്. അടിച്ചവന്റെ ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. രാവിലെ ഈ കാര്യം പറഞ്ഞപ്പോ മുതൽ സത്യന്റെ കളി കാണണമായിരുന്നു. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. സന്തോഷായില്ലേ? പിന്നെ താങ്ക്സ് കേട്ടോ. താങ്ക്സ് എ ലോട്ട്. ഡി, ഒരാവശ്യം വന്നാൽ ആരാ സഹായിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. പിന്നെ അവര് പറഞ്ഞതൊക്കെ ഇച്ചായും വിശ്വസിച്ച? ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്തായാലും. ഹലോ പെങ്ങളെ, ഇത് ഞാനാണ്. എന്റെ പേര് മനോഹരൻ. വെറുതെ ഒരു തമാശക്ക് വിളിച്ചതാ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇനി മേലിൽ ഞാൻ വിളിക്കില്ല. ആ കാട്ടുപോത്ത് SI കൈവയ്ക്കാത്ത 1 ഇഞ്ച് സ്ഥലം എന്റെ ശരീരത്തിൽ ബാക്കിയില്ല. ഇനി മതിയായി. ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. അയാൾക്കിട്ട് ശരിക്കും ഇടി കിട്ടിയെന്ന് തോന്നുന്നു.